പാസ് ആദ്യം അങ്ങോട്ട് ചെല്ലുക സഭാ ചാർജിന്, എന്തായാലും പരിചയപ്പെടുത്തുക. അവൻ 10 ഇഷ്ടിക വെച്ചിട്ട് പാസ് ഒരു ഇഷ്ടിക എടുത്ത് എറിഞ്ഞിട്ട് പോലും ഓടയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഭയങ്കര കഴിവാ പിള്ളേർക്ക്, ഭയങ്കര കഴിവ്, മിടുമിടുക്കന്മാര്. അല്ല, ലോകം മുഴുവൻ എല്ലാരും പറഞ്ഞു കാണില്ല ലാമേക്കിന്റെ പിള്ളേര് രക്ഷപ്പെട്ടെന്ന്. പക്ഷേ ഹാനോക്കിന്റെ പിള്ളേരെ പറ്റി ഇങ്ങനൊന്നും പറയാല്ല. പക്ഷെ ഹാനോക്ക് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? മോനെ, ദൈവത്തിന്റെ കൂടെ നടക്കണം. ഇഷ്ടിക പൊട്ടിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ കൂടെ. ട്രോഫി ഒന്നും വാങ്ങിയില്ലെങ്കിലും വേറെ പുസ്തകം വായിക്കണേ. സ്തോത്രം, 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 സ്തോത്രം. നീ 5 ഓർഗൻ വെച്ച് ഇങ്ങനെ പമ്പരം പോലെ നിന്നില്ലെങ്കിലും നീ ആത്മാവി നിറയണേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? പ്രൈസ് ദി ലോർഡ്. നീ 5-6 ഓർഗൻ വെച്ച് അവൻ വലിയ സമ്മാനമൊന്നും വാങ്ങിയെങ്കിലും നീ സഭായത്തിന് പോണേ, നീ അഭിഷേകം പ്രാപിക്കണേ, നീ വേർപാടിന് വേണ്ടി നിൽക്കണേ, നീ ഉപദേശത്തിന് വേണ്ടി നിൽക്കണേ. ഇതായിരിക്കണം കുഞ്ഞുങ്ങള്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. ദൈവമഹിതയെ ഉള്ളിരുക്കി പ്രാർത്ഥിക്ക്. നമ്മുടെ തലമുറ നശിച്ചു പോകരുത്. തലമുറ ദൈവത്തിന്റെ വഴി വിട്ടു പോകരുത്. തലമുറ ദൈവകൃപയിൽ നിൽക്കണം. തലമുറ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവരോടൊന്നും വാങ്ങിയില്ലെങ്കിലും, ആമൻ ജൂഡോയും ബ്ലാക്ക് ബെൽറ്റും ആമൻ വൈറ്റ് ബെൽറ്റും ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിന് മഹത്വം. വലിയ മിടുക്കന്മാരും പ്രഗത്ഭന്മാരും ഒന്നും ആയില്ലെങ്കിലും നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് പറയും, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന കുഞ്ഞുങ്ങളും, ഇതാ ഞാനും എൻ്റെ ദൈവം എനിക്ക് തന്ന തലമുറയും, ദൈവസന്നിധിയിൽ ആരാധിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തെ ഭജിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്ന തലമുറയാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. ദൈവത്തോട് അപേക്ഷിക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്ക്. നിന്റെ സന്തതിക്ക് ദോഷം വരാതിരിക്കട്ടെ, നിന്റെ തലമുറ നശിക്കാതിരിക്കട്ടെ, നിന്റെ തലമുറ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്, ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. എന്റെ ദൈവമേ, എന്റെ തലമുറയ്ക്ക് ദോഷം വരരുത്, എന്റെ തലമുറ ദൈവകൃപയിൽ നിൽക്കട്ടെ. തലമുറയായി അവൻ നമുക്ക് നല്ലൊരു സങ്കേതവും മതി 3-4 പാട്ടാകും, ഞാനൊന്നേ പാടിയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, തലമുറയായിട്ട് ദൈവം നമ്മുടെ സങ്കേതമായിരിക്കണം. അവിടെ ഓടിച്ചു നിർത്തുക. ഞാൻ ഈ വിഷയം ഇന്നിപ്പം തീർന്നില്ലെങ്കിൽ ബാക്കി അവിടെ പറയും. ഇവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അങ്ങോട്ടും വരുന്നത്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് 1-2 ഭാഗം പറഞ്ഞങ്ങ് നിർത്താം. നാട്ടുകാരും ശേഷക്കാരും കണ്ടവരും കേട്ടവരും എല്ലാം പറഞ്ഞു കാണും ലാമേക്കിന്റെ പിള്ളേര് രക്ഷപ്പെട്ടെന്ന്. അതെ, എല്ലാവരും പറഞ്ഞു കാണും. മൂത്തവന് ഫാമ്, ഇഷ്ടം. രണ്ടാമത്തവന് അവാർഡും ഒക്കെ. മൂന്നാമത്തവന് അവന് ഡിഫൻസിലും ഒക്കെ. പിന്നെ അവൻ്റെ ഈ തോക്കുണ്ട്, അവനോട് ആരാധിക്കാൻ പറയരുത്, അവൻ വെടിവെച്ച് കളയും. ഉണർവ് കയറി ചെന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ചെമ്പുകൊണ്ട് ഇരുമ്പ് കൊണ്ട് വല്ല അവൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഇന്നങ്ങ് നിർത്താതെ ഒക്കുള്ളൂ. അല്ലാതെ എല്ലാ ഭാഗത്തും എനിക്ക് ഈ വിഷയം ഒരു 1.5 മണിക്കൂറോടുണ്ടെങ്കിൽ എടുത്ത രീതി വന്ന് പറയാം. എങ്കിലും അതിന് ഇപ്പോൾ മുതിരത്തില്ല, സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് 1-2 കാര്യം പറഞ്ഞ് നിർത്താം. ഈ ഹാനോക്കിനെ പറ്റി ഒരു പദം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നെന്ന്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. സെയിം അപ്പറേ ലാമക്ക് 2 ഭാര്യമാരുമായിട്ടാണ് നടക്കുന്നത്. ആദാ ഇപ്പോഴും സില്ല ഇപ്പറേ, അവർ 3 പേരും അങ്ങനെ. അന്നേരം കയീൻ ദൈവത്തോടു കൂടെ നടക്കുക. ഹാനോക്ക് ലാമക്ക് 2 ഭാര്യമാരുമായിട്ട് നടക്കുമ്പോൾ 7ാമനാകുന്ന ഹാനോക്ക് ഈ വായിച്ചു വിടും ദൈവത്തോടു കൂടെ നടന്നു. എത്ര കൊല്ലം നടന്നു? 300 കൊല്ലം. വായിച്ചൊക്കെ വിടാം, പറഞ്ഞും വിടാം.
നടക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. നടക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. വായിര് അറിവുള്ള വാക്യം അല്ലെന്ന് അതൊന്നും വായിക്കണ്ട. ആമോസ് 3:3 വായിര്. അതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ ആ വാക്യം ആമോസ് 3:3 നമുക്ക് അറിവുള്ള വാക്യമാണ്. വായിര് ആമോസ് 3:3 തമ്മിൽ ഒത്തിട്ടല്ലാതെ. ഒന്നുകൂടെ വായിച്ചോ. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ. രണ്ടുപേര് തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? എങ്ങനെ നടക്കും? Real or real life, I'm always on the move, even on heavy flow periods. Thanks to Stay Free Advance. നടക്കുമോ? എങ്ങനെ നടക്കും? 300 കൊല്ലം നടന്നത് ചുമ്മാ നടക്കുകയല്ല, രണ്ടുപേരോട് ഒത്തു. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ പുള്ളി ജീവിക്കുന്നേ. രണ്ടുപേരും അങ്ങ് നടക്കുക. ഇപ്പൊ ഉദാഹരണമാണ്, നിങ്ങൾക്ക് പുക വലിക്കുന്നതും ഇഷ്ടമല്ല, അതിൻ്റെ മണവും ഇഷ്ടമല്ല. ഉദാഹരണമാണ്. അങ്ങനെയുള്ള ഒരുത്തനുമായിട്ട് നിങ്ങൾ നടക്കുമോ? നടക്കുകയല്ല, നടക്കാനൊക്കത്തില്ല. ഉദാഹരണമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ തന്നെ ഹാനോക്ക് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരോട് ഒന്നിച്ചു, രണ്ടുപേരോട് അങ്ങ് ഒത്തു. രണ്ടുപേരും ഒത്തിട്ടില്ലാതെ ഒന്നിച്ച് നടക്കാനൊക്കത്തില്ല. അപ്പൊ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക് ഈ കാര്യം ഇവിടെ പറഞ്ഞ് നിർത്താം. ഇടയ്ക്കത്ത് ഒത്തിരി ദൈവത്തോടുകൂടെ നടന്ന ഹാനോക്ക്, പ്രസാദിപ്പിച്ച ഹാനോക്ക്, പിന്നെ എടുക്കപ്പെട്ട ഹാനോക്ക്, മരണത്തിൻ്റെ മണമടിക്കാഞ്ഞ ഹാനോക്ക്, മരണം കാണാതെ പോയ ഹാനോക്ക്, ആരാധിച്ച ഹാനോക്ക്, അങ്ങനെയൊക്കെ വിഷയമുണ്ട്. ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞു നിർത്താം. എത്ര കൊല്ലം നടന്നു? 300 കൊല്ലം. ഈ ഹാനോക്കിന്റെ ആയുഷ്കാലം എത്രയാ നമുക്കറിയാം. അവിടെ എടുത്തിട്ടുണ്ട് 365. ഈ ലോകം പല അഭിപ്രായം പറയും കേട്ടോ. ഈ 365 കൊല്ലം കഴിഞ്ഞ് ഹാനോക്കിനെ കാണുന്നില്ല. ഒരു ഭാഷയെ കൊടുത്തിരിക്കുന്ന ഇല്ലാതെയായെന്ന ഇല്ല, ഹാനോക്കില്ല. ആ കാലത്ത് എല്ലാവരും പറഞ്ഞു കാണും, ദൈവമേ കഷ്ടം, ഈ ചെറുപ്പത്തിൽ അങ്ങ് പോയല്ലോ, കഷ്ടം. കാരണം പുള്ളിയുടെ അപ്പൻ യാരത് 962 വർഷം ജീവിച്ചു. ഇയാടെ അപ്പൻ 962. ഇയാടെ മോൻ പിന്നെ മെതൂശലേക്ക് 969. മോൻ 969, അപ്പൻ 962. ഇതിനിടയ്ക്കാ പുള്ളി 365. നമ്മൾ വല്ലവരുമായിരുന്നു എന്തുവാ പറഞ്ഞത്? കഷ്ടം, നല്ല പയ്യനായിരുന്നു, യൗവനത്തിലെ കഷ്ടം, നല്ല ഇറക്കനായിരുന്നു. എന്തേലും കുഴപ്പം കാണും അല്ലേ? ഇങ്ങനെ അപ്പൻ ഇപ്പോഴും ഇരിക്കുക. നമ്മുടെ ആൾക്കാരില്ലേ, എന്തേലും കാണും, എന്തേലും അല്ലേ? ഇത്ര പെട്ടെന്ന് കഷ്ടം. എന്നാണോ എന്നെ ഉപയോഗിച്ചാൽ പുള്ളി ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വേച്ചൻ പറഞ്ഞ്, ഞാനും ഫ്യൂണറലിന് വന്നെങ്കിൽ ഇത് തന്നെ ചിന്തിച്ചിരിക്കുക. എന്തുവാണോ? അയ്യോ, നമ്മളെ പോലെ കുരുക്കൊപ്പിക്കാൻ മിടുക്കന്മാര്. അപ്പൻ 962 വർഷം ജീവിച്ച് മകൻ 969. പക്ഷെ ആ 1000ന്റെ കണക്ക് വെച്ച് നോക്കിയാൽ പുള്ളി വളരെ ചുരുങ്ങിയ വർഷം. 100ന്റെ കണക്ക് വെച്ച് നോക്കിയാൽ ഹാനോക്ക് ഒരു 30 വയസ്സിൽ മരിച്ചു. അപ്പനും മകനും എല്ലാം 92ഉം 95 വയസ്സ് വരെ ജീവിച്ചു വരുന്നു. ആ തലമുറയിൽ ആയുസ് കുറവാ. പക്ഷേ ആ തലമുറയിൽ ഏറ്റവും കൂടുതൽ ദൈവത്തോട് കൂടെ നിന്നത് പുള്ളിയാ. നീ കൂടുതൽ വർഷം ഞാനും നീയും ഇവിടെ ജീവിക്കുന്നതല്ല വിഷയം, ജീവിക്കുന്നതിൽ കൂടുതൽ വർഷം കർത്താവിനോട് കൂടെ ജീവിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ വർഷം ഇവിടെ ഇരിക്കുന്നതല്ല വിഷയം, അത് ഇരിക്കുന്നവരെ നല്ലതാ. പക്ഷേ ഇരിക്കുന്നിടത്തോളം
കാലം കൂടുതൽ വർഷം ദൈവത്തോടു കൂടെ നടക്കുന്നതാ വിഷയം. ദൈവത്തിന്റെ മഹത്വം. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മണിക്കൂറോടെ പ്രസംഗിക്കാൻ താല്പര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, പുള്ളി ഇങ്ങനെ പറഞ്ഞു പിന്നെ നിൽക്കുവെന്നാ തോന്നുന്നു. അതുകൊണ്ട് ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. അത് പ്രസംഗം തീർന്നിട്ടില്ല. ബാക്കി സീനായി ചർച്ച, മൗണ്ട് സീനായി, ബാക്കി മൗണ്ട് സീനായി. താല്പര്യമുള്ളവരുവാ. അപ്പൊ ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടെ. ഹാനോക്ക് പ്രവചിച്ചു. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഈ 65-ാമത്തെ വയസ്സിൽ മധൂശല്യക്ക് ജനിച്ചു. പിന്നെ ഒരു 300 വർഷം പുള്ളി ദൈവത്തോടു കൂടെ. അപ്പം ആ കാലയളവിൽ ജീവിച്ചയാളാ ലാമേക്ക്. ലാമക്ക് ഒരിക്കലും ഭാര്യമാരെ രണ്ടും വിളിച്ചേച്ച് ഭാര്യമാരോട് വീരസ്യം അടിച്ചു. വേറെ ആരും കേൾക്കാനില്ല, പെമ്പിളമാരോടാ പറഞ്ഞ്. തങ്കമ്മ സൂസി, നിനക്ക് എന്നെ അറിയത്തില്ല ഞാൻ ആരാണെന്ന്. അവരെ രണ്ടുപേരെ ഇടത്തും വലത്ത് വരുത്തി, വേറെ ആരും കേൾക്കാനില്ല. ലാമക്കെന്ന് ചേർത്ത് തന്റെ ഭാര്യമാരോട് പറഞ്ഞത് എന്നെ വെട്ടിനകത്താക്കാനാണോ വായിക്കുന്നത്? ലാമക്ക് അങ്ങനെ ചേർത്ത് വായിക്കേ. ലാമക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത് ആലയും സില്ലയുമാ. Here's a look at my week on Facebook gaming. Monday morning, I play puzzle games. On Tuesday, I choose racing games. ആലയും സില്ലയുമായുള്ളോരെ എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ വാക്ക് കേക്ക്. വേറെ ആരും കേൾക്കാനില്ല, വേറെ ആരും ഇല്ല കേൾക്കാൻ. നിങ്ങൾ വെമ്പളമാരെങ്കിലും എന്റെ വാക്ക് കേക്ക്. എന്നാ വാക്കെന്നാ? ലാമക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിന് ചെവി തരുവീൻ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. ഒരുത്തനെ ഞാൻ കൊല്ലും. ലാമക്ക് പറയാ, ഞാൻ ഒരുത്തനെ കൊല്ലും. അതിന്റെ കാര്യം, അവൻ എനിക്ക് പരിക്കുണ്ടാക്കി, എനിക്ക് മുറിവുണ്ടാക്കി. ആര്? ഒരുത്തൻ. അത് ആരാ? അത് വേറെ ആരുമല്ല, ഹാനോക്ക. ലാമക്ക് പറഞ്ഞ എന്നാന്നറിയോ? ഞാൻ ഹാനോക്കിനെ കൊല്ലുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ എഴുതിയിട്ടില്ല. അതെന്നാ കാര്യം? ഹാനോക്കിന്റെ ആ 300 കൊല്ലം ഹാനോക്ക് നന്നായിട്ട് പ്രവചന ശുശ്രൂഷ നടത്തി. അതാ യൂദാ പറഞ്ഞത്. ഹാനോക്ക് പ്രവചിച്ചത് നിന്നെ അമേരിക്കയിൽ വിടാന്നും 4 നില ബിൽഡിംഗ് പണിത് തരാന്നും റൈറ്റ് നൗ എന്ന് പറഞ്ഞ് നിന്നെ തള്ളി തറയിടുകയല്ല. ചുമ്മാ നിൽക്കുന്ന നങ്ക തള്ളി തറയിടുകയും സ്തോത്രം ജോർജ് കുട്ടിയെ വലിച്ചുകൊണ്ട് നടക്കുകയും ഛർദ്ദിപ്പിക്കുകയും കൂട് കൊടുത്ത് ഓക്കാനിക്കുക. എടാ വട്ടാന്നിവനെല്ലാം ചില പ്രൊജക്റ്റുകൾ നിനക്ക് വെട്ടുപാതവാ. ഹാനോക്ക് പ്രവചിച്ച എന്നാന്നറിയാം? അത് യൂദാ പറഞ്ഞു. 10 കെട്ട പാപികളെ പറ്റി. 14-15 അതിലെ പ്രവചനം. യാദാം മുതൽ 7 ഹാനോക്ക് ഇവരെ കുറിച്ച് മെയിൻ ഇവനാ ലാമക്ക. പിന്നെ ഇവന്റെ വല്യപ്പൻ കയീന്, പിന്നെ ഇവന്റെ വേറൊരു വല്യപ്പൻ ഹാനോക്ക് 3-ാമൻ, പിന്നെ മെഹൂയേല്. യവന്മാരെ പറ്റിയൊക്കെയാ പുള്ളി. ഇവരെ കുറിച്ച് കർത്താവ് എല്ലാവരെയും എന്ന് പറഞ്ഞ 2 ഭാര്യയായിട്ട് നടക്കുന്ന നിന്നെ ദൈവം വിധിക്കും. അതൊക്കെയാ പ്രവചനം. നിന്നെ ദൈവം ന്യായം വിധിക്കും. പ്രമാണം വിട്ട് പ്രതിഷ്ഠ തെറ്റ് നടക്കുന്ന നിന്നെ ദൈവം ന്യായം വിധിക്കും. ഇത് കേട്ടപ്പോൾ ലാമക്കിന് പരിക്കായി, ഇവന് മുറിവുണ്ടായി. ഞാൻ പറഞ്ഞ അമ്മാമയ്ക്ക് പിടി കിട്ടുന്നുണ്ടോ? ഇല്ലേ? ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ട് പിടി കിട്ടിയില്ല. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ മുറിവിതാ. എന്റെ മുറിവ്, എന്റെ പരിക്ക്. എനിക്ക് പരിക്ക് വരുത്തിയത്, മുറിവ് വരുത്തിയത് ഹാനോക്ക് എന്ന് പറഞ്ഞ പ്രവാചകനാ. ഇവൻ ആമ പറയാ വിധിക്കുവന്ന്, ന്യായം വിധിക്കുവന്ന്. കാശുള്ള എന്റെ ഇറക്കൻ ഗുണ്ടായി, എന്റെ ഇറക്കൻ്റെ നാടൻ ബോംബെ, ഇടികെട്ട, നെഞ്ചക്ക, വടിവാള്, നാടൻ തോക്ക്, വലിയ തോക്ക്. ഞാൻ പറഞ്ഞു മനസ്സിലായി? ലാമക്ക് പറയാ, എന്റെ മോനെ
അവൻ ചെമ്പുകൊണ്ട്, അവൻ ഡിഫൻസിലാ. അവൻ പട്ടണം നിർത്തിയാ മതി, ഇവൻ ഭസ്മമാകുമെന്ന്. ഞങ്ങളെ വിധിക്കുമെന്ന ഹാനോക്ക് പ്രവചിക്കുന്നത്. അതെനിക്ക് മുറിവ് വരുത്തി, എനിക്ക് പരിക്കുണ്ട്. അതുകൊണ്ട് ഹാനോക്കിനെ ഞാൻ കൊല്ലും. പെമ്പളമാരോട് വീരസ്യം പറയാ, ഇവനെ ഞാൻ തട്ടും. അത് സ്വർഗം അങ്ങ് കേട്ടു. ദൈവം തമ്പുരാൻ കേട്ടേച്ച് 300 കൊല്ലം കൂടെ നടന്ന ഹാനോ ഒരു ദിവസം നടന്നിങ്ങോട്ട് വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു, മോനെ നമ്മൾ 300 കൊല്ലമായിട്ട് നടക്കുകയല്ലേ. അതെ, താണ്ട ഒരുത്തനെ കൊച്ചുങ്ങളെയൊക്കെ ആയിട്ട് ഇണക്കി അവിടെ ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ആയുധമൊക്കെ തീർത്ത് സന്നാഹമൊക്കെ ഒരുക്കി നിന്നെ തട്ടാൻ അവൻ കരുക്കൾ ഒരുക്കുന്നുണ്ട്. പക്ഷെ അവന്റെ കയ്യിൽ നിന്നെ ഞാൻ കൊടുക്കത്തില്ല. നീയുമായിട്ട് ഞാനിന്ന് മേളിലോട്ട് പോവുക. നീയുമായിട്ട് ഇന്ന് രാത്രി ഞാൻ മേളിലോട്ട് അങ്ങ് പോകുക. ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ കൊടുക്കത്തില്ല. ദുഷ്ടന്റെ ഇച്ഛയ്ക്ക് ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. വൈരികളുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ ഏൽപ്പിക്കത്തില്ല. നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാ, ശത്രു നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. വൈരികളുടെ ഇഷ്ടത്തിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി പോരിന്റെ ആഴങ്ങൾ അറിയട്ടെ. നിന്റെ കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, നിന്റെ തലമുറക്കെതിരെ, ഭാവിക്കെതിരെ, നിന്റെ വഴികൾക്കെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ടന്റെ ആശകള് ഇന്ന് രാത്രി ദൈവം തകർക്കുക. അതാ ആരാധിക്ക്. ഇന്ന് രാത്രി വചനത്തിൽ കൂടിയുള്ള വിടുതൽ. കുഞ്ഞുങ്ങൾ ബലപ്പെട്ടാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരും മൗനമായിരിക്കരുത്. ഇന്ന് രാത്രി വിടുതൽ. ഓ, ദുഷ്ടന്റെ ആശകയെ ഒടിക്കും, ദുഃഖത്തിന്റെ അമേരിക്കകൾ തകർക്കും. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുകയാ. ആടൽക്കട്ട, ദൂരക്കടയ, തൂമലപക്ഷ, അർദ്ധലവേൽ, വിടുതൽ, വചനത്തിന്റെ വിടുതൽ. ലാമക്കിന്റെ കൈ ദൈവം നിന്നെ കൊടുക്കത്തില്ല. ശത്രുവിന്റെ കൈ ദൈവം നിന്നെ കൊടുക്കത്തില്ല. ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം. വിടുതലേറ്റെടുക്ക്. വചനത്തിൽ കൂടിയുള്ള വിടുതൽ. അർത്ഥലാചാര രഹസ്യ ഉടമന ദുരബലപടബല അന്തൽ വൈഡബലപക്ഷസി ധീരാജലത്തുനി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവശക്തികൾ നിറയട്ടെ. ദൈവിക വിടുതൽ യേശുവിന്റെ നാമത്തിൽ. ഓ, തന്റെ കുറുപ്രാപന ഉത്തവർഗത്തിന് കൊടുക്കത്തില്ല. അനർത്ഥ ദിവസത്തിൽ കൂടാർത്ത് നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ ദൈവം നിന്നെ മറയ്ക്കും. പാരമേൽ നിന്നെ ഉയർത്തും. ഓ, യേശുവിന്റെ നാമത്തിൽ ജയം. ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാ. ആ പഴയ പാട്ടിന്റെ 2 ചരണമേ പാടുന്നുള്ളൂ, നേരം പോയത് കൊണ്ട്. ആമേ. ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും എറിയുയരുമ്പോൾ, എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസവും മേശയൊരുങ്ങുന്നു. എന്റെ ശത്രുക്കൾ മുൻപാകെ ചേർന്ന് കൈയടിച്ച്. ഓ, എന്നെ വഴി നടത്തുന്നോ, എന്റെ ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുമ്പോ, എന്റെ ഈ മരുയാത്രയിൽ കൈയടിച്ച് ചേർന്ന്. ഓ, എന്നെ, ഓ, ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസം എറിയുയരുമ്പോ, ശത്രുവിൻ ശക്തികൾ ഓരോ ദിവസവും എന്റെ ശത്രുക്കൾ മുൻപാകെ ഓരോ ദിവസം മേശയൊരുക്കുന്നു. എന്റെ ശത്രുക്കൾ മുൻപാകെ ഓ മേശയൊരുക്കുന്നു. എന്നെ വഴി നടത്തുന്നു. എന്നെ, ഓ, എന്റെ ഈ ഒരു യാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. എന്റെ ഈ ഒരു യാത്രയിൽ എന്നെ വഴി നടത്തുന്നു. എന്നെ കരമുയർത്തി ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. ഈ സമയം വരെ
ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും ഓൺലൈനിലുള്ളവർക്കും നന്ദി. ദൈവം അനുവദിച്ചാൽ 7, 8, 9 അവിടെ സീനായി മൗണ്ട് സീനായി ചർച്ച് ഓഫ് ഗോഡിലെ യോഗം നമുക്ക് ദൈവം അനുവദിച്ച ഒന്നിച്ചു കൂടാം. Friday evening, I use